പ്രഭാതസൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. പ്രഭാവരം ഒരു ജനുവരി മാസ പ്രഭാതസൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. തുടർന്നിടും നൽമനാറിലേക്ക് ജനപ്രവാഹം തുരുതുരയായി. ജമാഅത്തെ ഇസ്ലാമി തന്നുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയാ. പ്രഭാവരം ഒരു ജനുവരി മാസ പ്രഭാതസൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. പ്രഭാവരം ഒരു ജനുവരി മാസ പ്രഭാതസൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. തുടർന്നിടും നൽമനാറിലേക്ക് ജനപ്രവാഹം തുരുതുരയായി. ജമാഅത്തെ ഇസ്ലാമി തന്നുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയാ. പ്രഭാവരം ഒരു ജനുവരി മാസ പ്രഭാതസൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. പ്രഭാവരം ഒരു ജനുവരി മാസ പ്രഭാതസൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. തുടർന്നിടും നൽമനാറിലേക്ക് ജനപ്രവാഹം തുരുതുരയായി. ജമാഅത്തെ ഇസ്ലാമി തന്നുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയാ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയനായ സമ്മേളന ഉദ്ഘാടകൻ ജമാഅത്ത് ഇസ്ലാമി അഖിലേന്ത്യാ സെക്രട്ടറി ജനാബ് ഇജാസ് അഹമ്മദ് അസ്ലം സാഹിബ് അവറുകളെ, ബഹുമാന്യനായ അധ്യക്ഷൻ ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പ്രൊഫസർ കെ സിദ്ദീഖ് ഹസൻ സാഹിബ് അവറുകളെ, ജമാഅത്ത് ഇസ്ലാമി കേരള അസിസ്റ്റന്റ് സെക്രട്ടറി ജനാബ് ടി കെ ഹുസൈൻ സാഹിബ് അവറുകളെ, പി സി ഹംസ സാഹിബ് അവറുകളെ, ബഷീർ മുഹീദ്ദീൻ അവറുകളെ, MLA പി സി ജോർജ് അവറുകളെ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തെ ഇസ്ലാമി കോട്ടയം ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം എല്ലാം ഉള്ളത്. നമ്മുടെ ഈ സമ്മേളനം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പൂർത്തിയാക്കുവാനും വിജയിപ്പിക്കുവാനും
റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ സമ്മേളനം കോട്ടയം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, എന്നല്ല കേരളത്തിൽ തന്നെ ഒരുപക്ഷെ രണ്ടാമത്തെ ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ ജില്ലയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിക്കുകയും അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയാകുകയും ചെയ്ത ചില സഹോദരങ്ങളെ അനുസ്മരിക്കുകയാണ്. VC മുഹമ്മദ് മേത്തർ, PS ഹസൻ, PA അബ്ദുൽ സമദ്, അലിക്കുഞ്ഞ് സാറ്, ആലപ്ര ഇസ്മായിൽ സാറ്, PS അബ്ദുൾ റസാഖ്, KM മുഹമ്മദ്, PS അലിയാർ, KP അബ്ദുൽ ഖാദർ, സുഹറ അബ്ദുൽ ഖാദർ, ചേരിക്കൽ മുഹമ്മദ് കുട്ടി, MS മുഹമ്മദ് ബഷീർ. ഇവർക്ക് അല്ലാഹു പാപമോചനം നൽകി സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. जनाब इजाज मोहम्मद असलम साहब, सेक्रेटरी जमात इस्लामी हिंद, is here to inaugurate our conference. I respectfully invite Janab Aslam Sahab to deliver in valuable inaugural address. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil kareem wa ala alihi wa ashabihi ajma'in ila yawmiddin. All praise is due to Allah. Our thanks also are due to Allah. I feel it a great honor to inaugurate this Eritpeta conference, this two-day conference of Jamaat Islami in Kottayam district, and I inaugurate it in the name of Allah subhanahu wa ta'ala. May Allah bless it, guide us aright, and may He make it successful, and may the message which Jamaat Islami has been trying to spread reach every nook and corner of the district and the adjoining districts and every corner of Kerala and all brothers and all human beings. Jamaat Islami Hind, which was established in 1941 throughout the country, it has been trying to promote goodwill and to see that the forces of ill will, forces of discord, forces of non-cooperation, forces which want the people to fight with other people, they are defeated. For this purpose, Jamaat Islami has been working. Jamaat Islami has been presenting the message of Islam. And what is Islam? Islam is peace. When a Muslim meets another person, he says, Assalamu alaikum, may peace be upon you. Islam means submission and surrender to God. And who is God? Alhamdulillah Rabbil Alameen. All praises to Allah, who is the Lord of whole mankind. Here I am reminded of a very good couplet by one Urdu poet. खंजर चले किसी पे तड़पते हैं हम अमीर, सारे जहां का दर्द हमारे जिगर में है. Whoever is hurt, we feel the pain. If a khanjar, that is, if a knife is thrust in the heart of any other person, I feel the pain here. सारे जहां का दर्द हमारे जिगर में है. Because we feel the pain of the whole world in our heart. This is that Islamic conception which we require today. Love for all, respect for all, cooperation with anyone, cooperation for all good things. And Alhamdulillah, Jamaat Islami Hind, it stands for this. ലോകത്തിന്റെ ഏത് ഭാഗത്തോ ഏത് കോണിൽ ഏത് മനുഷ്യനും വേദനിക്കുമ്പോൾ ആ വേദന നെഞ്ചിലേറ്റാൻ കഴിയുക എന്നത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിശ്വാസിയായ ഒരു പ്രവർത്തകന്റെ ബാധ്യത ആകേണ്ടതാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങൾ നിരാശരാകരുത്. ഇത് ദൈവത്തിന്റെ ഭൂമിയാണ്, ദൈവത്തിന്റെ സന്ദേശമാണ് നമ്മുടെ മുമ്പിലുള്ളത്.
അത് ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ദൈവത്തിന്റെ സഹായം ഉണ്ടാവുക എന്നത് അനിവാര്യതയാണ്. ദൈവത്തിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള ശക്തികൾ ഈ രാജ്യത്തുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ആ പ്രകാശത്തെ പൂർത്തീകരിക്കുക എന്നത് ദൈവം തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഏറെ ഉൾപ്പൊളകത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മനോഹരമായ മീനച്ചിലാറിന്റെ തീരത്തെ അതിന്റെ 2 കൈവഴികളിലൂടെ കടന്നു പോകുന്ന ഈരാറ്റുപേട്ടയുടെ ശാന്ത ഗംഭീരമായ ഈ തീരത്ത് മനോഹരമായ ഈ പന്തലിൽ 2 നാൾ കഴിച്ചു കൂട്ടുമ്പോൾ എൻ്റെ ഓർമ്മകൾ ചിറകുവിടർത്തുന്നത് 1973 ഇതേ ജനുവരി മാസത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് മണിമലയാറിന്റെ തീരത്ത് ഇതേ ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പട്ടണത്തിൽ നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മേഖലാ സമ്മേളനത്തെക്കുറിച്ചാണ്. ഒരു വേള നീണ്ട 30 വർഷങ്ങൾക്കിടക്ക് ഐതിഹാസികമായ ആ സമ്മേളനത്തിൽ ഞാൻ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അപരിചിതമായി. എന്നിട്ടും ശ്രദ്ധേയമായ ഒരു സമ്മേളനം കാഞ്ഞിരപ്പള്ളിയിൽ ചേരാൻ സാധിച്ചു എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഹൃദയംഗമമായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായും ഈ സമ്മേളനം നമ്മുടെ രാജ്യത്തിന് ഒരു സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മതം നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൽ മതത്തിന് മനുഷ്യന് വേണ്ടി മഹത്തായ പലതും ചെയ്യാനുണ്ട് എന്ന വിശുദ്ധമായ ഒരു സന്ദേശമാണ് ഈ സമ്മേളനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഇന്ന് അന്തരീക്ഷത്തിലെങ്ങും അങ്ങേയറ്റം വികൃതമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. ആഗോള സാമ്രാജ്യ ശക്തികളുടെ നേതൃത്വത്തിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം, ആഗോള മീഡിയയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ശക്തമായ പ്രചാരവേലകളിലൂടെ ക്രൂരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ പോലും ഭീതി ഉളവാക്കുന്ന തരത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിം സഹോദരന്മാർ അപകർഷത്തോടുകൂടി ഒരു വേള നിസ്സഹായമായ മനസ്സോടുകൂടി നിലകൊള്ളുന്ന ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിക പ്രസ്ഥാനം ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, കരുത്തോടുകൂടി ഈ രാജ്യത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാം നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ ശത്രുവല്ല, മനുഷ്യരാശിയുടെ ശത്രുവല്ല. അത് പ്രാകൃതമോ ഭീകരമോ മനുഷ്യത്വ വിരുദ്ധമോ അല്ല. അത് മനുഷ്യൻ ദൈവത്തിന് നൽകിയ കാരുണ്യത്തിന്റെ സന്ദേശമാണ്. ദൈവത്തിന്റെ കാരുണ്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം മനുഷ്യ ജീവിതത്തിന് വായുവും വെള്ളവും വെളിച്ചവും പോലെ അവന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനിവാര്യമായ പ്രകാശമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ആണ് ഈ സമ്മേളനം ഇതുപോലൊരു സന്നിഗ്ധമായ സന്ദർഭത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ സംഘടിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധർമ്മത്തിനും മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുമിനൂന ബില്ലാഹ്. ഖുർആൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. അതെ, ഒരു ഭാഗത്ത് മനുഷ്യ
മനുഷ്യന് മനഃശാന്തി ലഭിക്കുന്ന, അവൻ ആത്മീയദാഹം ശമിപ്പിക്കാൻ കഴിയുന്ന, അവന് മോക്ഷം ലഭിക്കുന്ന, അവന്റെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കാൻ കഴിയുന്ന ദൈവവുമായി ബന്ധപ്പെട്ട ആത്മീയതയെക്കുറിച്ച് തീർച്ചയായും അത് പറയുന്നുണ്ട്. ഒരു ആത്മീയ പ്രസ്ഥാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷേ അതോടൊപ്പം ഭൗതികതയെയും ആത്മീയതയെയും അത് വെട്ടിമുറിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരേ സമയത്ത് ആത്മീയതയോടൊപ്പം ഭൗതികതയും ഇസ്ലാമിന്റെ മാർഗമാണ്, ഇസ്ലാമിന്റെ ലക്ഷ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരിൽ പടപൊരുതാനുള്ള, ചെറുത്തു നിൽക്കാനുള്ള, സമരം ചെയ്യാനുള്ള ആഹ്വാനവുമായാണ് മുന്നോട്ട് വരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദർശത്തിൽ അചഞ്ചലതയും കർമ്മരംഗത്ത് ആത്മാർത്ഥതയും വ്യക്തിജീവിതത്തിൽ വിശുദ്ധിയും ഉള്ളവർക്ക് മാത്രമേ സംഘടനയിൽ അംഗത്വം നൽകാവൂ എന്നത് ജമാഅത്തിന്റെ തീരുമാനവും ഹാജി സാഹിബിന്റെ ശാഠ്യവുമായിരുന്നു. അതിനാൽ എണ്ണത്തിൽ എത്ര കുറഞ്ഞാലും യോഗ്യരായ അംഗങ്ങളെ ലഭിക്കുമ്പോൾ മാത്രം ജമാഅത്തിന്റെ ഘടകം ഔദ്യോഗികമായി രൂപീകരിച്ചാൽ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ 1948 ആദ്യം വളാഞ്ചേരിയിലും പിന്നീട് കോഴിക്കോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ ഘടകങ്ങൾ നിലവിൽ വന്നത്. സത്യത്തിൽ പരിമിതമായ അംഗസംഖ്യയും പ്രവർത്തകരുടെ വ്യൂഹവുമായി തികഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളിൽ കടുത്ത എതിർപ്പുകളെ നേരിട്ട ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സാധ്യമാവുന്നതെന്തോ അത് അരനൂറ്റാണ്ടുകാലം കൊണ്ട് നേടിയിട്ടുണ്ട് എന്ന് ആശ്വസിക്കാനാവും. സംഘടനയ്ക്ക് 2 തവണ നിയമം മൂലമുള്ള നിരോധങ്ങളെ നേരിടേണ്ടി വന്നു. 75-79 കാലത്തും 1997-94 കാലത്തും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പലപ്പോഴും ശത്രുതാപരമായാണ് സമാധാനപൂർവ്വം പ്രവർത്തിക്കുന്ന ഈ ധാർമ്മിക പ്രസ്ഥാനത്തോട് പെരുമാറിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ ജമാഅത്തിനെ രൂക്ഷമായി തന്നെ എതിർത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. മത സാമുദായിക സംഘടനകൾ മാന്യതയുടെയും മിതത്വത്തിന്റെയും പരിധികൾ പോലും ലംഘിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും സ്വഭാവഹത്യ നടത്തുവാനും ഒരുപാട് സമയവും അധ്വാനവും തെളിച്ചു. ജമാഅത്താകട്ടെ തികച്ചും ശാഖാപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിഭാഗതയിൽ നിന്നും മുഖം തിരിച്ച് രാജ്യത്തെ ജനാധിപത്യ മതന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി യത്നിക്കുന്നതോടൊപ്പം രാജ്യത്തിന്റെ രക്ഷയും ക്ഷേമവും ഭാവിയും സർവശക്തനായ അള്ളാഹുവിന്റെ സന്മാർഗവും സമ്പൂർണ്ണമായി അംഗീകരിക്കുന്നതിൽ മാത്രമാണെന്ന് മുഴുവൻ മനുഷ്യരെയും ബോധ്യപ്പെടുത്താനുള്ള തീവ്രയത്നം എന്ത് വില കൊടുത്തും തുടരാനാണ് ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നത്. 21ാം നൂറ്റാണ്ടിന്റെ ദർശനമായി ഇസ്ലാമിനെ അംഗീകരിപ്പിക്കാനുള്ള മുന്നേറ്റത്തിന് മുമ്പിൽ തടയിടാൻ ദുശക്തികൾ സങ്കുചിതവും അവസരവാദപരവും സ്വാർത്ഥജടിലവുമായ നീക്കങ്ങൾക്കാവില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله الله أكبر أشهد أن لا إله إلا الله أشهد أن محمدا رسول الله حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة الله أكبر الله أكبر لا إله إلا الله.
ആദരണീയായ അധ്യക്ഷ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രീമതിയിലെ ലീലാമേനൻ, ഈസി ആയിഷ, റസിയ അനസ് എന്നിവർക്കും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീമതി ഫാത്തിമ മുസ്തഫ, ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന പ്രശസ്ത പത്രപ്രവർത്തകർ ശ്രീമതി ലീലാമേനൻ, പ്രിയപ്പെട്ട സംഘടന ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സാറ എത്തി, ശ്രീമതി ഈസി ആയിഷ, ശ്രീമതി റസിയ അനസ്, ശ്രീമതി ശ്രീമതി മോദഹാൻ അബ്ദുൽ സലാം, വേദിയെയും സദസ്സിലെയും മറ്റ് വനിതാ നേതാക്കന്മാരെയും ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെയും സ്നേഹനിറഞ്ഞ അമ്മമാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും നമ്മളെ ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ
الشمس والقمر بحسبان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹാദരങ്ങൾ നിറഞ്ഞ വിശിഷ്ടാതികളിലെ ഈ വേദിയിൽ എത്തിയിരിക്കുന്ന ബാലന്മാരെ, ബാലികമാരെ, രക്ഷകർത്താക്കളെ, അസ്സലാമു അലൈക്കും. എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക വിപ്ലവ പ്രസ്ഥാനമായ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ ബാല സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി സമ്മേളനങ്ങൾ നടത്തുമ്പോൾ എന്തിനാണ് ബാലസമ്മേളനങ്ങൾ നടത്തുന്നതെന്നുള്ളതിനെ കുറിച്ചും എന്താണ് ബാലന്മാരോട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചും ഇൻഷാ അല്ലാഹ് അക്ബർ സാഹിബ് വിശദീകരിക്കുന്നതാണ്. കുട്ടികളുടെ ഇടയിൽ അവരുടെ ഹൃദയങ്ങളിൽ കാരുണ്യവും നന്മയും വളർത്തുക, അല്ലെങ്കിൽ അവരെ മനുഷ്യർക്ക്, മാനവ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു തലമുറയാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ പഴയതുപോലെ ഉള്ള ഒരു കുട്ടിത്തം പോലും ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ കാണുന്നില്ലെന്നാണ്. ഏത് മതത്തിൽപ്പെട്ട കുട്ടികളാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ട കുട്ടികളാകട്ടെ, പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള മൂല്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഇന്നില്ല. സത്യം എന്താണ്, നീതി എന്താണ്, അനുസരണ എന്താണ്, അച്ചടക്കം എന്താണ്, മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, ഗുരുജനങ്ങളെ ആദരിക്കേണ്ടത് എങ്ങനെയാണ്, രാജ്യത്തെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, പ്രകൃതിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, ഇതൊന്നും നാം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ആകെ പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു സ്വപ്നം. ഇപ്പോ ഞാൻ മുതിർന്ന ആളുകളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മളുടെ ഒരു സ്വപ്നം ഈ കുട്ടികളെ നാടിനും വീടിനും കൊള്ളാവുന്നവനായി വളർത്തുക എന്നതിനേക്കാൾ ഇവനെ ഡോക്ടറാക്കുക, എഞ്ചിനീയർ ആക്കുക എന്നുള്ള ഒരു സ്വപ്നം മാത്രമാണ് പലരുടെയും മനസ്സിലുള്ളത്. ഒരു ബാലരമ വാങ്ങിക്കുന്ന വീടാണെങ്കിൽ അത് നോക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചോളൂ. ആദ്യം തന്നെ അവൻ ഈ പറഞ്ഞ ലുട്ടാപ്പിയോ മായാവിയോ ഒക്കെ നോക്കും. നോക്കിക്കഴിഞ്ഞിട്ട് ചിത്രകഥ മാത്രമേ നോക്കൂ. അതിനപ്പുറം വിജ്ഞാനപ്രദമായ ഒരു ലേഖനം, നല്ല ആശയമുള്ളൊരു കഥയുണ്ടെങ്കിൽ അതൊന്നും വേണ്ട. നേരെ ഈ ചിത്രകഥ വായിച്ചിട്ട് കറക്കി ഒരൊറ്റ ഏറാണ് ഏതെങ്കിലും സെറ്റിയുടെ മൂലയ്ക്ക് ചെന്ന് അവിടെ കിടക്കും. അപ്പൊ വായനയുമായി അതിന് ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. കുഞ്ഞുണ്ണി മാസ്റ്റർ പറഞ്ഞില്ലേ, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന് പറഞ്ഞാൽ വായിച്ചു വളരുന്നവൻ നാടിനും വീടിനും കൊള്ളാവുന്നവനായി തീരും. വായിക്കാതെ വളരുന്നവനോ വഴിതെറ്റിപ്പോവും. പാരമ്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചും നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ടും നല്ല മിടുക്കന്മാരായി വളരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ബാലസംഘത്തിന്റെ എല്ലാ കുട്ടികൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അവർ ഈ രാജ്യത്തിന് വലിയ വാഗ്ദാനങ്ങളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. കുട്ടികളോട്ടും ഈ വണ്ടി, കുട്ടികളോട്ടും ഈ വണ്ടി, കേറിക്കൂടാൻ നോക്കിക്കോ, കുക്കു തീവണ്ടി, കോവിപ്പായും തീവണ്ടി, കുട്ടികളോട്ടും തീവണ്ടി, കേറിക്കൂടാൻ നോക്കിക്കോ, കേറിക്കൂടാൻ നോക്കിക്കോ, കേറിക്കൂടാൻ നോക്കിക്കോ. ഒരു കായ കിട്ടി, ഒരാലിന്റെ കായ. ആൽമരം കണ്ടിട്ടുണ്ടോ? ഈ ആൽമരത്തിന്റെ കായ കിട്ടിയപ്പോ അതിലിങ്ങനെ നോക്കിയപ്പം ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു. എന്താ ഒരുപാട് കാഴ്ച, ഇത് നോക്കി അത്ര അധികം കാഴ്ച കാണാണ്ടോ? ഒത്തിരി കാഴ്ചകൾ കണ്ടു. എന്താണെന്നറിയോ, ഞാനിങ്ങനെ ഓർത്തു, ഞാൻ പോകുന്ന ബാലസംഘത്തിൽ ഒരുപാട് ചെറിയ കുട്ടികളാണ്. ഈ ആലിന്റെ വിത്ത് പോലെ വിത്തുകളായ കുട്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന വിത്തുകളായ കുട്ടികളാണ്. ഈ ആൽമരം
ഈ ആലിന്റെ ചെടി നമുക്കൊരു ചെടിയായി കിട്ടണമെങ്കിലേ അതിങ്ങനെ ഞാൻ കീശയിൽ കൊണ്ടുവരുന്ന കിട്ടുമോ? ഇത് കീശയിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ചെടിയായി വളരും അത്? ഇല്ല. അതുപോലെ ഇത് ഓട്ടിൻ പുറത്തിട്ടാൽ വലിയൊരു ചെടിയായി വളരുമോ? ഇല്ല. പിന്നെ എവിടെ ഇടണം? ഇത് മണ്ണിലിടണം. എന്തിൽ മാത്രമേ അനുകൂലമായ സാഹചര്യം കിട്ടിയിട്ട് അത് വലുതായി വളർന്ന് വലിയ ആൽമരമായി വളരുകയുള്ളൂ. വലിയ ആൽമരമായി മാറിക്കഴിഞ്ഞാലോ അത് ധാരാളം പേർക്ക് തണല് കൊടുക്കും. ഇവിടെ ആരോ പറഞ്ഞു. ആരാണ് പറഞ്ഞത്? എന്താ പേര്? സെയ്ഫ്. സെയ്ഫ് അത് മറുപടി പറഞ്ഞു. എന്താണ്? തണലേകും. ഒരുപാട് ആളുകൾക്ക് തണലേകും. പിന്നെ ഒരുപാട് പക്ഷികൾക്ക് അത് ഭക്ഷണം കൊടുക്കും. പിന്നെ ഒരുപാട് പക്ഷികൾക്ക് താമസിക്കാൻ അഭയം കൊടുക്കും. അതാരെറിഞ്ഞാലും അത് ചീത്ത പറയുകയില്ല. എറിഞ്ഞവർക്കൊക്കെ ഓരോ പഴട്ട് കൊടുക്കും. ഭൂമിയിൽ അത് ഉറച്ചു നിൽക്കും. ഉറച്ചു നിന്ന് ആകാശത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കും. 8 or 10 കുട്ടികളൊക്കെ കൂട്ടിപ്പിടിച്ചാൽ പിടിയൊടുങ്ങാത്തത്ര വലിയ ആൽമരങ്ങളുണ്ട്. അപ്പോ അത്രയ്ക്ക് ആയി മാറാൻ മാത്രം കഴിവുള്ള ഒരു കൊച്ചു സാധനമാണ് എന്റെ കയ്യിൽ പാവം. ഇതൊരു പാവമാണ്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. എന്താണ്? പൊട്ടനും ഇതിൽ കയറിയിരിക്കുന്നുണ്ടോ സംശയിക്കരുത് നിങ്ങൾ. പൊട്ടനല്ല. പൊട്ടൻഷ്യാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താ പൊട്ടൻഷ്യാലിറ്റി? എന്താ? ഇംഗ്ലീഷ് മീഡിയം കുട്ടികളൊന്നുമില്ല ഇവിടെ? പൊട്ടൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള പ്രവണത എന്നൊക്കെ പറയാം നമുക്ക്. ആ പൊട്ടൻഷ്യാലിറ്റി ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ വലിയ ഒരു ആൽമരമായി മാറാൻ അല്ലെങ്കിൽ വലിയ ആളുകളായി മാറാനുള്ള ചെറിയ വിത്തുകളാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ ആൽമരത്തിന് എന്ത് വേണമെന്നാ നമ്മൾ പറഞ്ഞത്? വെള്ളം വേണം, വായു വേണം, ഒക്കെ വേണം. അതുപോലെ നിങ്ങൾക്കും അവസരങ്ങൾ വേണം. നല്ല മണ്ണിൽ വന്ന് വീഴണം. എങ്കിലേ നിങ്ങൾ വളർന്നു വലുതാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോവും. ഈ വിത്ത് ഉണങ്ങിപ്പോകുന്നത് പോലെ നിങ്ങളും ഉണങ്ങിപ്പോവും. എങ്ങനെ? അല്ലെങ്കിൽ നല്ല അവസരങ്ങളില്ലെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുക. നിങ്ങൾക്കിതാ ധാരാളം സമ്മാനങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. കണ്ടോ? ഇതിലിപ്പോ ഒരുപാട് കുട്ടികൾ സമ്മാനം വാങ്ങാനാണ് താല്പര്യം, അല്ലാതെ എന്റെ പ്രസംഗം കേൾക്കാനല്ല. അല്ലേ? അപ്പൊ സമ്മാനം വാങ്ങാൻ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കണം. ആ സമയത്താണ് ഞാൻ പ്രസംഗം. അപ്പോ സമ്മാനം വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അതിനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ വന്ന് സമ്മാനം വാങ്ങുന്നവരുണ്ടാവാം. ചിലപ്പോൾ സ്പോർട്സിൽ നല്ല ഉഷാറുള്ളവരുണ്ടാവും. അതുപോലെ എഴുത്തിൽ ഉഷാറുള്ളവരുണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള കഴിവുകളാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. ഈ കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിനാണ് നിങ്ങൾക്ക് ട്രോഫികളും പ്രോത്സാഹനങ്ങളും നൽകുന്നത്. നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുവാനും നിങ്ങളുടെ സ്വഭാവം സംസ്കരിക്കുവാനാണ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഇതിൽ വന്ന് വീഴണം. ഈ മണ്ണിൽ വന്ന് വീണെങ്കിൽ മാത്രമേ നമുക്ക് വളർന്ന് പടർന്ന് പന്തലിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. മാമൻ മടിയിൽ നിത്തവരായി അരുമാതിരുനബിയിരവും പുലർവത സമയം ലഭിനാവ് വിടന്നിടോർപ്പത തരുണ തിരുനബി നയനിൽ നിറവിഴതരീസത്ത അബൂബക്കർ പാദം ജൗഫാമി താരുളർ ഹബീബുള്ള പ്രഭാ
പ്രഭാപരം ഒരു ജനുവരി മാസ പ്രഭാത സൂര്യൻ ഉയരുകയായി പ്രകാശമായി പരൻ മനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയായി പ്രഭാപരം ഒരു ജനുവരി മാസ പ്രഭാത സൂര്യൻ ഉയരുകയായി പ്രകാശമായി പരൻ മനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയായി തുടർന്നിടും നൽമനാറിലേക്കായി ജനപ്രവാഹം തുരുതുരയായി ജമാഅത്തെ ഇസ്ലാമി തന്നുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയായി. മാനവരാശിയിൽ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ ശാശ്വത സമാധാനം ഉണ്ടാവുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എസ്ഐ നൽകുന്നു. അവരുടെ വൗവേർഗണപുത്തിരരെ ഉമിതൊത്തു ധരിത്തിടുവീൻ മനവിശ്വാസമുറ്റുണർവീൻ. അല്ലാഹു പറയുന്നു, അറിയുക, അല്ലാഹുള്ള സ്മരണ അത് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നത്. പ്രകൃതിമതമായ ഇസ്ലാമിന്റെ പ്രസക്തി ഇന്ന് അനുദിനം വർദ്ധിച്ചു വരികയാണ്. ദിശാബോധം നഷ്ടപ്പെട്ട ബാലയുഗ സമൂഹത്തെ നേർദിശയിൽ നടത്താൻ കരുത്തുറ്റ നമ്മുടെ മാതൃപ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് അള്ളാഹു ശക്തിയും വിഭവങ്ങളും നൽകി സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങളോടുകൂടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. തിരുവനന്തപുരം പ്രസ്ഥാനത്തിന്റെ രക്ഷാകർത്തൃത്വം സ്വീകരിച്ചുകൊണ്ട് അടുക്കും ചുറ്റേമുള്ള ജീവിതം നയിച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ സാധ്യമായ സേവനങ്ങൾ അർപ്പിക്കുവാൻ ജഗന്നിയന്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. SIO ജില്ലാ പ്രസിഡന്റ് ഫൈസൽ കമാൽ സാഹിബ്, ഉദ്ഘാടകൻ ശ്രീ സിപ്പി പള്ളിപ്പുറം, മുഖ്യപ്രഭാഷകൻ അക്ബർ മാണിയമ്പലം, KR സാജു, അൻവർ സാദിഖ്, അസീം ഖാദർ തുടങ്ങി എല്ലാവർക്കും SIO ബാലസംഘത്തിന്റെ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ പരിപാടിയിൽ ആദ്യാന്ത്യം പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഹപ്രവർത്തകരെ, സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യ ദിവസത്തെ അവസാനത്തെ സെഷനായ പ്രാസ്ഥാനിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഖുർആനിൽ നിന്നിലേക്കായി TP ഇസ്മായിൽ സാഹിബ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. ഇസ്ലാമി പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ആദം നബിയുടെ കാലം മുതലേ ഉണ്ട്. അത് പ്രവാചകന്മാരുടെ വന്ന് പ്രവാചകന്മാർക്ക് ശേഷം ഖുലഫാഉർ റാഷിദ്, അതിനുശേഷം ഇമാമിയങ്ങൾ, അതിനുശേഷം പണ്ഡിതന്മാർ, അങ്ങനെ വന്നതാണ്. പക്ഷേ ഈ യൂറോപ്പിലും മറ്റും ഒരു നവോത്ഥാനം ഉണ്ടായി. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായ നവോത്ഥാനത്തിൽ മതങ്ങളെ തള്ളിക്കളയുകയും പുതിയ ജീവിത പ്രത്യയശാസ്ത്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അത് ദേശീയത്വം, സോഷ്യലിസം, ജനാധിപത്യം, ഇങ്ങനെ ഇതൊക്കെ ഈ ദർശനങ്ങളൊക്കെ പ്രസ്ഥാനങ്ങളായിട്ടാണ് വന്നത്. അതിനുവേണ്ടി അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമങ്ങൾ വന്നപ്പോൾ അതിനൊക്കെ ദേശീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, ജനാധിപത്യ പ്രസ്ഥാനം എന്ന ഈ രൂപത്തിൽ വരികയും അത് മൂന്നാം ലോകത്ത് വന്നപ്പോഴേ അവരുടെ ഈ മൂന്നാം ലോകത്തുള്ള മതങ്ങളുടെയും ഇസ്ലാമിന്റെയും സംസ്കാരത്തിന്റെ അടിത്തറകൾ മനസ്സിലാക്കാതെ നമ്മുടെ ആളുകൾ, അതായത് മുസ്ലിങ്ങൾ തന്നെ അതിന്റെ വക്താക്കളായി മാറുന്ന ഒരവസ്ഥയും വരികയും ചെയ്തപ്പോഴാണ് പണ്ഡിതന്മാരെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരെ, അതല്ല ഈ പ്രസ്ഥാനങ്ങളിലേക്കല്ല മുസ്ലിങ്ങൾ പോകേണ്ടത്, ഇസ്ലാം സ്വയം ഒരു പ്രത്യയശാസ്ത്രമാണ്, ആ പ്രത്യയശാസ്ത്രം ഒരു ദർശനം എന്ന നിലയ്ക്ക് പ്രചരിപ്പിക്കുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നതാണ് മുസൽമാന്റെ കർത്തവ്യം എന്ന് ജനങ്ങളോട് പറയുകയും ആ നിലയ്ക്ക് അത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനെയാണ് നമ്മൾ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നവരും ഇന്ന് ഒരുപാട് പ്രസ്ഥാനങ്ങളാണ്. സലഫി പ്രസ്ഥാനം, സുന്നി പ്രസ്ഥാനം, അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനം, തരീഖത്ത് പ്രസ്ഥാനം ഒക്കെ പ്രസ്ഥാനങ്ങളായിട്ടുണ്ട്. അതൊക്കെ പ്രസ്ഥാനങ്ങൾ ആണ് താനും. പക്ഷെ അത് ഇസ്ലാമിക പ്രസ്ഥാനം അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് സമ്പൂർണമായ ഒരു ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ അല്ല അവ പ്രതിനിധീകരിക്കുന്നത്. ഈ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ പ്രാസ്ഥാനിക സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് എനിക്ക് നിർവഹിക്കുവാനുള്ളത്. പല രംഗത്തും പല രൂപത്തിലും ചെറുതും വലുതുമായ പല ആവശ്യങ്ങൾക്കും വേണ്ടി നിലക്കൊള്ളുന്ന സംഘടനകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമിയും എന്ന രൂപത്തിൽ സംഘടനയെ മനസ്സിലാക്കുകയോ ധരിക്കുകയോ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാനമായി പൂർണ്ണ രൂപത്തിൽ നമുക്ക് നൽകിയ ഇസ്ലാമിന്റെ സന്ദേശം, അത് പിൽക്കാലത്ത് അതിൻ്റെ പ്രായോഗികതയ്ക്ക് വേണ്ടി, അത് പ്രാവർത്തികമാക്കാനും സംസ്ഥാപിക്കാനും വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളും അവരവരുടെ കാലഘട്ടങ്ങളുടെ സാഹചര്യങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. തത്വങ്ങൾ ഒന്നായിരിക്കെ, ആദർശം ഒന്നായിരിക്കെ, ലക്ഷ്യം ഒന്നായിരിക്കെ, സാഹചര്യങ്ങളിൽ വ്യത്യസ്തമുണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങൾക്കനുസൃതമായി ഇസ്ലാമിക പ്രസ്ഥാനത്തെ രൂപപ്പെടുത്താനും പരുവപ്പെടുത്താനുമാണ് ആദ്യമേ നിയമനിർമ്മാണത്തെ തന്നെ അടിസ്ഥാനമായിട്ട് മൂന്നാമതായി നമുക്ക് ഇജ്തിഹാദ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ധരിച്ചു വശാവാറുള്ള പോലെ കർമ്മശാസ്ത്രപരമായ മേഖലകളിൽ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ പഴയ പ്രശ്നങ്ങളെ പുതിയ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കാനോ മാത്രമുള്ള ഒരു ഉപാധിയല്ല. നമ്മുടേതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെ കാലോചിതമായി മുമ്പോട്ട് പോകാൻ കഴിയും, കാലഘട്ടത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാൻ പറ്റും, പ്രസ്ഥാനത്തിന് പ്രബോധനം എങ്ങനെ ഫലപ്രദമാക്കാൻ പറ്റും എന്നീ കാര്യങ്ങളും ഇജ്തിഹാദിലൂടെ തന്നെ ലഭിക്കേണ്ടതാണ്. 1941 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ശ്രീ അബുലാല മൗദൂദിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനവും 1928 ഷഹീദ് അസൽ ബന്ന ഇഖ്വാൻ മുസ്ലിമൻ എന്ന പേരിൽ രൂപം നൽകിയ പ്രസ്ഥാനവും, ഈ പ്രസ്ഥാനങ്ങളൊക്കെയും അതത് കാലഘട്ടത്തോട് നീതി ചെയ്തവയാണ്, തങ്ങളുടെ സാഹചര്യങ്ങളനുസരിച്ച് പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇഖ്വാൻ മുസ്ലിമൂനെ അതേപടി ഇന്ത്യയിൽ പറിച്ചു നടാൻ പറ്റില്ല. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിലവിൽ വന്ന ജമാഅത്തെ ഇസ്ലാമിയെ അതേപടി അറബ് ലോകത്തും പറിച്ചു നടാൻ പറ്റില്ല. ഇതിനൊക്കെ വിശദാംശങ്ങളിൽ, ശൈലികളിൽ വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും. മുൻഗണനാക്രമങ്ങളിൽ വ്യത്യാസം കാണാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്നുള്ളതാണ്. ഈ മുഖവര ഞാൻ പറഞ്ഞത്
നമ്മുടെ സാഹചര്യങ്ങളെ വേണ്ടത്ര വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ടേ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് സത്യമാണ്. ഈ സത്യം അംഗീകരിച്ചില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെടും എന്ന തത്വം 100% ശരിയായിരിക്കും. അതുകൊണ്ട് മാത്രം നമ്മൾ പറഞ്ഞത് ലോകത്തിന് സ്വീകാര്യമാവില്ല. പറയേണ്ട രീതിയിൽ, പറയേണ്ട ശൈലിയിൽ, പറയേണ്ട നേരത്ത് മുൻഗണനാക്രമം പാലിച്ചുകൊണ്ട് പറയണം. നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തെ പ്രബോധനം ചെയ്യുക? എങ്ങനെയാണ് നമ്മൾ ഈ രാജ്യത്ത് ഇസ്ലാമിനെ സംസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുക? ഇത് രണ്ടിനും നമുക്ക് സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിച്ചേ മതിയാവും എന്നാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ IPH എന്ന 3 അക്ഷരം വളരെയധികം ശ്രദ്ധേയമാണ്. മലയാളത്തിൽ ഏറെ വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്ന് IPH സാഹിത്യങ്ങളാണ് എന്നത് സർവാംഗീകൃതമായ ഒരു വസ്തുതയാണ്. എന്തിനാണ് ആളുകൾ കാശ് കൊടുത്തിത് വാങ്ങുന്നത്? എന്താണ് അവരെ ആകർഷിക്കുന്ന വസ്തുത എന്ന് ഞാൻ പറയേണ്ടതില്ല. എന്തായാലും അത് ശ്രദ്ധേയമാണ്. രണ്ടാമത്തത്, കഫപ്പാട്ടും കുപ്പിപ്പാട്ടും മാപ്പിള മലയാളവുമായി കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തിൽ ഇന്ന് ഏറ്റവും തീക്ഷ്ണതയും മൂർച്ചയുമുള്ള ശക്തമായ ദിനപത്രം മാധ്യമമാണ്. ലക്ഷങ്ങളുടെ കോപ്പിയല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നിശിതമായ സത്യസന്ധമായ സമീപനമാണ് ഞാൻ അടിവരയിടുന്നത്. എന്താണ് മാധ്യമം നേടിയത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായി എനിക്ക് പറയുവാനുള്ളത്, ഇടുക്കിയിലെയും ഈരാറ്റുപേട്ടയിലും സാധാരണ മനുഷ്യന് 2 വൃക്കയുമായി നടക്കുവാൻ കഴിയുന്നു എന്നതാണ് മാധ്യമം നേടിയ ഏറ്റവും ലളിതമായ ഒരു നേട്ടം. ഇന്ന് കേരള മുസ്ലിങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും അഭിമാനിക്കാവുന്ന ഒരാശ്രയമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അവകാശമില്ലാത്ത നിഷേധിക്കപ്പെട്ട സകലർക്കും അവരുടെ ജിഹ്വയായി, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാധ്യമം ഉയർന്നു നിൽക്കുന്നു. ഇസ്ലാമിന് കേവലം ഒരു മതമായി മാത്രം കാണാതെ മതവും ജീവിത വ്യവസ്ഥിതിയും ഉൾക്കൊള്ളുന്ന ഒരു സമ്പൂർണതയായും സാകല്യമായും കാണുന്ന ആധുനിക കാലത്തെ നവോത്ഥാന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനമെന്ന് ഈ സ്റ്റേജിൽ അർത്ഥമാക്കുന്നത്. പക്ഷെ ജീവിതത്തെ ദൈവികമായ ഒറ്റക്കാഴ്ചപ്പാടിൽ കൂടി കാണുകയും മനുഷ്യനെ ദൈവികമായ ആ കാഴ്ചപ്പാടിൽ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സമ്പൂർണ്ണ സമഗ്ര പ്രസ്ഥാനം, അത് ആധുനിക കാലഘട്ടത്തിൽ അതാണ് ഇവിടെ അർത്ഥം എന്ന് ഞാൻ ചുരുക്കി പറയും.